വയനാട് ഇൻസിഡന്റിന് ശേഷം ഏറ്റവും കൂടുതൽ മീഡിയ അറ്റൻഷൻ ഇപ്പോൾ പോകുന്നത് മുല്ലപ്പെരിയാർ ഡാം ഈ ഒരു ടോപ്പിക്കിലാണ്. അപ്പോൾ എല്ലാ വർഷം മഴ പെയ്യുമ്പോഴും എല്ലാ വർഷവും ഈ ഒരു കൺസേൺ നമ്മൾ കേൾക്കുന്നതാണ്. മുല്ലപ്പെരിയാർ ഡാമിന് എന്ത് സംഭവിക്കും? മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ? ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ വയനാടുണ്ടായ ഈ ഒരു ഇൻസിഡൻറ്റിൽ തന്നെ ഇത്രത്തോളം ദുരന്തം വിതച്ചിട്ടുണ്ട്, ഇത്ര ആളുകളുടെ ജീവൻ പോയിട്ടുണ്ട്. 400 പേര് എന്ന് പറയുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്കെടുക്കാൻ പോലും ഉണ്ടാവില്ല ആരും ബാക്കി. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരിപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ടോപ്പിക്കുകൾ ഡിസ്കഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കൂടി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു കോയിന് 2 സൈഡ് കാണുമല്ലോ. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ, പൊട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ച് ആരും ഉത്തരവാദികളാവും, പൊട്ടിക്കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതിലൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാനേ പോകുന്നില്ല. നിങ്ങൾ ആരും പേടിക്കണ്ട. മുല്ലപ്പെരിയാർ ഡാം ഇനിയും ഒരു 100 കൊല്ലം 50 കൊല്ലം ഒരു 1000 വർഷം ഇനിയും നിൽക്കും എന്ന് പറയുന്നവരും വിചാരിക്കുന്നവരും ഉണ്ട്. ഓക്കെ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഏതൊരു സാധനവും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി, അല്ലേ? പക്ഷെ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം ഒന്നും കൂടി റിനോവേറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൂടി എന്നും വിശ്വസിക്കുന്നവരും നമ്മളെ ഇടയിൽ തന്നെ ഉണ്ട്. അങ്ങനത്തെ വീഡിയോസും ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വിശ്വസിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ TG മോഹൻദാസ് ഉണ്ട്, പിന്നുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട്. ഇവരുടെയൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ, നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. പെരിയാറിൻ്റെ തീരത്ത് ഞാൻ താമസിക്കുന്നേ, പൊട്ടുമെന്നൊരു പേടിയുമില്ല, ഇവിടുത്തെ PWD അല്ല ബ്രിട്ടീഷുകാർ പണിഞ്ഞതായതുകൊണ്ട് പൊട്ടില്ല എന്നാണ് ജയശങ്കർ അഡ്വക്കേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ TG ആയിട്ടുള്ള സംസാരങ്ങളുണ്ട്. TG മോഹൻദാസ് പറയുന്നത് അവിടെ നടന്ന റിനോവേഷൻ വർക്കൊക്കെ മതി, അതിനനുസരിച്ച് പിന്നെ ഗ്രാവിറ്റി ഡാമാണ്, അപ്പോൾ അത് നിലനിന്നോളൂ എന്നുള്ള രീതിക്കാണ് മൂപ്പര് പറയുന്നത്. ഈ മൃഗങ്ങളുടെ ശല്യവും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിനടിയിൽ ഒരു വീട് വെച്ച് തന്നാൽ ഞാൻ അവിടെ പോയി താമസിച്ചുകൊണ്ടെന്നൊക്കെയാണ് മൂപ്പരുടെ ഒരു ലൈന്. അപ്പോൾ അതങ്ങനെ ഒരു സൈഡിൽ അങ്ങേര് പോകുന്നുണ്ട്. പിന്നെ ഞാനൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോനകത്ത് പറയുന്നത് വെറുതെ തമിഴന്മാരെ ചീത്ത വിളിക്കേണ്ട, മുല്ലപ്പെരിയാർ പൊട്ടില്ല, എറണാകുളവും കോട്ടയും തൃശ്ശൂരും ഒലിച്ചു പോവില്ല. അപ്പോൾ ഇതെന്താ സ്കീം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കാരണം ഇവിടെ എല്ലാവരും മുല്ലപ്പെരിയാർ ഡാം പൊട്ടും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് പേടിച്ചിരിക്കുമ്പോൾ വയനാട് നടന്ന് നമ്മൾ കണ്ടതായി. ഇപ്പം ഇതിനിടയിൽ കൂടി ഇത് പൊട്ടുകയില്ലാതാണ് ഇവിടെ ഒരാൾ പറയുന്നത്. കേട്ടു നോക്കാം. തമിഴ്നാട് ഉറപ്പിച്ചു തന്നെ പറയുകയാണ് 1000 വർഷങ്ങൾ കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയില്ല എന്ന്. തമിഴ്നാടിൻ്റെ വാദമാണ് ശരിയെന്ന് പലരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം ഇതൊരു ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ടാണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണ ബലം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഡാം. ഇവിടെ വെള്ളത്തേക്കാൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടിയ വസ്തുവായ കരിങ്കല്ല് കൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എത്ര നാൾ വെള്ളത്തിൽ കിടന്നാലും അതിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അങ്ങനെയുള്ള കരിങ്കല്ല് അടുക്കി വെച്ചുണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാർ ഡാം. ഈ അണക്കെട്ട് നിർമ്മിക്കുന്ന കാലത്ത് സിമന്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കരിങ്കല്ല് അടുക്കി വെച്ച് അണക്കെട്ട് നിർമ്മിക്കേണ്ടി വന്നു. ഈ അണക്കെട്ടിന്റെ ബലം എന്നത് ഇതിന്റെ മൊത്തത്തിലുള്ള ഭാരമാണ്. ഇത് നിറയുമ്പോൾ ഉള്ള മൊത്തം വെള്ളം അണക്കെട്ടിൽ ചെലുത്തുന്ന ബലം എത്രയാണോ ആ അത്രയും ഫോഴ്സിനെ ചെറുക്കുവാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ കനത്തിൽ കരിങ്കല്ല് അടുക്കിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കാര്യം വാട്സാപ്പിലും ഭയങ്കരമായിട്ട് ഫോർവേഡായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഇതൊരു ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് തന്നെ കരിങ്കല്ല് കൂട്ടിയിട്ട് നിർമ്മിച്ചത് കൊണ്ടായതുകൊണ്ടും എത്രത്തോളം വെള്ളം എത്രത്തോളം ഭാരം കയറുന്നു, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ റിനോവേഷൻ വർക്ക് നടന്നിട്ടുണ്ടോ ഭാരം കൂട്ടാനുള്ള, ഇതൊക്കെ കാരണം ഇതൊരു ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ടും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതും ആയതുകൊണ്ടും ഈ ഡാം പൊട്ടാനേ സാധ്യതയില്ല, ഇതവിടെ നിൽക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഒരു വാട്സാപ്പ് ഫോർവേഡും കൂടി ഈ ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞ നിലയ്ക്ക് ഞാൻ കൂട്ടി വായിക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. മുല്ലപ്പെരിയാർ ഡാം തകരുമോ? 5000-ഓളം വർഷം കഴിഞ്ഞും തകർന്നു വീഴാതെ നിൽക്കുന്ന മനുഷ്യനിർമ്മിതിയാണ് പിരമിഡുകൾ. എന്തുകൊണ്ടായിരിക്കും പിരമിഡുകൾ കാലത്തെ അതിജീവിച്ചു നിൽക്കുന്നത്? ഒറ്റ വാചകത്തിൽ ഉത്തരം, ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം അതിന് ഇനിയും തകർന്നു വീഴാനാകില്ല എന്നാണ്. വിശദീകരിക്കാം. ഈ ഫ്ലാഷ് കണ്ണ് കുത്തുന്നതുകൊണ്ടാണ്, വേണമെന്നുണ്ടെങ്കിൽ 1.2 കണ്ടോ. നിങ്ങളൊരു ടിപ്പറിൽ കുറേ കല്ലുകളും മണ്ണുകളും ഒരിടത്തു കൊണ്ടുപോയി തട്ടുക, എന്തായിരിക്കും അതിൻ്റെ രൂപം? ഒരു കൽക്കൂനയല്ലേ, അതായത് പിരമിഡ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉയരത്തെ അപേക്ഷിച്ച് തറ വിസ്തീർണം വളരെ കൂടിയ ഒരു രൂപം.
ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം ഏറ്റവും സ്ഥിരതയുള്ള രൂപങ്ങളിലൊന്നാണ് പിരമിഡ്. കുറേ കല്ലുകൾ കൂട്ടിയാൽ കിട്ടുന്ന രൂപം. നമ്മുടെ ഈജിപ്തിലെ പിരമിഡും ഒരു കൽക്കൂമ്പാരമാണ്. വ്യവസ്ഥാപിതമായ ഒരു കൽക്കൂമ്പാരമാണ് എന്നു മാത്രം. ആ കൽക്കൂമ്പാരത്തിനു വീണ്ടും തകർന്ന് വേറെ രൂപമാകാനാകില്ല. വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരമായ പിരമിഡ് തകർന്നാൽ വ്യവസ്ഥാപിതമല്ലാത്ത കൽക്കൂമ്പാരം ഉണ്ടാകും. അത്ര തന്നെ. നമ്മുടെ തഞ്ചാവൂരിലെ ബൃഹസ്വേശ്വര ക്ഷേത്രം 1000 വർഷത്തിനു ശേഷവും തകരാതെ നിൽക്കുന്നത് എന്തോ എൻജിനീയറിംഗ് അത്ഭുതം എന്ന മട്ടിലാണ് പറയാറ്. അതും ഒരു പിരമിഡ് തന്നെയാണ്. അതിൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നതും വലിയ അത്ഭുതമായി പറയാറുണ്ട്. ഉയരത്തെ അപേക്ഷിച്ച് തറ വിസ്തീർണം കൂടിയാൽ നിഴൽ താഴെ പതിക്കില്ല. ഇനി നമുക്ക് മുല്ലപ്പെരിയാർ ൻ്റെ കാര്യത്തിലേക്ക് വരാം. അവിടെയുള്ളത് ഗ്രാവിറ്റി ഡാമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കുറേ പാറകൾ വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരിടത്തു കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഡാമുകൾ, വിശേഷിച്ചും ഗ്രാവിറ്റി ഡാമുകൾ, പിരമിഡ് രൂപത്തിലാണ്. അതായത് താഴെ വീതി വളരെ കൂടുതലും മുകളിലേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞും വരുന്ന രൂപം. കൃത്യമായി പറഞ്ഞാൽ ഡാമിൻ്റെ പിരമിഡിനോട് മുറിച്ച അർദ്ധ പിരമിഡ് രൂപമാണ്. ഓക്കെ. വെള്ളം കെട്ടി നിർത്തുന്ന ഭാഗം നേരെയും മറുഭാഗം ചെരിഞ്ഞും. തത്കാലം അത് അവഗണിക്കാം. ഓക്കെ, അത് ബ്രാക്കറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 6 പാക്ക് ജിമ്മനെയും അതേ ഉയരമുള്ള ഒരു സുമോ ഗുസ്തിക്കാരനെയും സങ്കല്പിക്കൂ. ആരായിരിക്കും തള്ളി വീഴ്ത്താൻ എളുപ്പം? അല്ലെങ്കിൽ ഒരു മതിൽ സങ്കല്പിക്കൂ. ഇനി അതേ ഉയരമുള്ള ഒരു പിരമിഡ് സങ്കല്പിക്കുക. ഏതാണ് തള്ളി മറിച്ചിടാൻ കൂടുതൽ ബലം ചെലുത്തേണ്ടി വരിക? ഉത്തരം വ്യക്തമാണല്ലോ. ഇതേ തത്വം തന്നെയാണ് പിരമിഡിൻ്റെ കാര്യത്തിലും പ്രവർത്തിക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് ഫിസിക്സ് പഠിച്ച കാര്യങ്ങളാണ്. വെള്ളത്തിൻ്റെ അളവ് തന്ന് ഡാമിൻ്റെ വെള്ളത്തിൻ്റെ മർദ്ദം താങ്ങാൻ അടിയിലെ വീതി എത്ര വേണമെന്ന് കണക്ക് കൂട്ടുന്ന ചോദ്യങ്ങളും എൻട്രൻസ് കോച്ചിങ് പരിശീലിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ +2 പിള്ളേരും ഇതൊക്കെ പഠിക്കുന്നുണ്ടാകണം. ഇനി ഈ പിരമിഡ് രൂപത്തിലുള്ള ഡാമിന് കൂടുതൽ സ്ഥിരത നൽകാൻ അഥവാ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തള്ളൽ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഏറ്റവും പ്രകടമായ ഉത്തരം അതിൻ്റെ ഭാരം കൂട്ടുക എന്നായിരിക്കും. കുറെ കൂടി പാറകളും കോൺക്രീറ്റും അതിനു മുകളിൽ നിക്ഷേപിക്കുക. മുല്ലപ്പെരിയാറിൽ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ ഓൾറെഡി അവർ റിനോവേഷൻ വർക്ക് നടത്തിയ സമയത്ത് അതിൻ്റെ കെട്ടിൻ്റെ ഭാരം കൂട്ടി എന്ന് പറയുന്നുണ്ട്. 100 കൊല്ലം മുമ്പ് ഡാം പണിയുമ്പോൾ അന്ന് സിമൻറ്റും കോൺക്രീറ്റും ഇല്ലാതിരുന്നത് കൊണ്ട് ചുണ്ണാമ്പ് പകരം ഉപയോഗിച്ചിരുന്നത്. അത് കാലക്രമേണ വെള്ളത്തിൽ ഒലിച്ചു പോയി പാറ ഇളകിപ്പോകാം. 2 രീതിയിൽ ഇത് അണക്കെട്ടിനെ ദുർബലപ്പെടുത്താം. ഒന്ന്, പാറകളുടെ കൂട്ടിപ്പിടുത്തം കുറയ്ക്കാം. പാറകൾ ഇളകി ഒലിച്ചു പോകാം. പാറകളും ചുണ്ണാമ്പും നഷ്ടപ്പെടുത്തുന്നതോടെ ഡാമിൻ്റെ ഭാരം കുറയാം. വെള്ളം അതിനെ തള്ളി മറിച്ചിട്ടേക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? സിമൻറ്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിനെ പൊതിയാം. കൂടുതൽ ഡാമിൻ്റെ ചെരുവ് ഭാഗം കുറെ കൂടി കൂട്ടിയെടുക്കാം. ഇതുകൊണ്ട് 3 ഗുണങ്ങളുണ്ട്. അകത്തുള്ള വസ്തുക്കൾ ഒലിച്ചു പോകില്ല. ഡാമിൻ്റെ മൊത്തം ഭാരം കൂടും. ഡാമിൻ്റെ തറ വിസ്തീർണം കൂടും. ഇത് 3ഉം ഡാമിനെ ബലപ്പെടുത്തും. ഇതും മുല്ലപ്പെരിയാർ ഡാമിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും വെള്ളത്തിൻ്റെ തള്ളൽ ബലം പ്രതിരോധിക്കാൻ മാർഗങ്ങളുണ്ട്. ഉരുക്കു കമ്പികൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ പാറയും ഡാമിൻ്റെ മുകളിലെ കോൺക്രീറ്റുമായി ബന്ധിപ്പിക്കുക. വെള്ളത്തിൻ്റെ തള്ളൽ ഉരുക്കു കമ്പികളെ വലിച്ചു ബലമായി താഴെ പാറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഉദാഹരണത്തിന് വ്യക്തമാക്കാം. നിങ്ങൾ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വടം ബലമായി വലിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളെ പുറകിലേക്ക് തള്ളി വീഴ്ത്താൻ പ്രയാസമായിരിക്കും. ഈ കേബിൾ വിദ്യയും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട്. തത്വത്തിൽ ഒരു ഗ്രാവിറ്റി ഡാം എങ്ങനെ പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്ര കാലം വേണമെങ്കിലും പുതുക്കി ഉപയോഗിക്കാം. മുല്ലപ്പെരിയാർ ഒരിക്കലും തകരില്ല. കാരണം അതിനു തകരാനാകില്ല. അത് ഭാരതത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡിസൈനാണ്. പിരമിഡ് ആകൃതിയിലുള്ളതാണ്. പിരമിഡ് തകർക്കാനും അതിൻ്റെ ഭാരം കുറയണമെന്നില്ല.
വേഴ്സ്റ്റ് കേസ് സിനാരിയോ അവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടായി എന്ന് കരുതുക. നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരം പോയി ഒരു സാധാ കൽക്കൂമ്പാരമായി അത് അവിടെ തന്നെ കാണും. തീർച്ചയായും ഡാം ഉപയോഗശൂന്യമാകും. കാരണം അതിനുള്ളിലെ ഇൻസ്പെക്ഷൻ ഇടനാഴികൾ മറ്റും സംവിധാനങ്ങളും തകർന്നേക്കാം. ഡാമിലെ വെള്ളം മുഴുവൻ മാസങ്ങളോളം, ആഴ്ചകളോളം, അല്ലെങ്കിൽ പരമാവധി വന്നാൽ ദിവസങ്ങളോ കൊണ്ട് ചോർന്നു പോകും. അല്ലാതെ അവിടെ ചിലർ പറയുന്ന പോലെ വെള്ളം കുത്തിയൊലിച്ചു വന്ന് രാത്രിക്ക് രാത്രി മധ്യ കേരളം മുങ്ങിപ്പോവുകയൊന്നുമില്ല. നിലവിലെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ്. അത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അഭിപ്രായമാണെങ്കിലും അല്ലെങ്കിലും എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഫോർവേഡ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ഇത് കുറച്ച് വലിയ വാട്സപ്പ് ഫോർവേഡായിപ്പോയി. ബട്ട് സ്റ്റിൽ ഞാൻ ഈ വായിച്ചത് വെച്ചിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക. അതായത് ഗ്രാവിറ്റി ഡാം കല്ലുകൊണ്ടുണ്ടാക്കി പിരമിഡ് ഷേപ്പിൽ, അതായത് ഇതിന് കുറേ കാര്യങ്ങൾ ഈ വാട്സപ്പ് ഫോർവേഡിൽ പറയുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് തോന്നുന്നുണ്ട് ഈ വീഡിയോയിലുള്ള ആശാൻ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഇത് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന സുർക്കി കാലപ്പഴക്കത്തിൽ ചോർന്നൊലിച്ചു പോയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ ഡാമിന് ബലക്ഷയം ഉണ്ടായി കാണില്ലേ എന്നൊരു സംശയം തീർത്തും ന്യായവുമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിൽ സുർക്കി ഉപയോഗിച്ചിരിക്കുന്നത് അണക്കെട്ടിന്റെ ബലം കൂട്ടുവാനല്ല, അണക്കെട്ടിലെ വെള്ളം ലീക്ക് ചെയ്യാതിരിക്കുന്നതിനാണ്. ഇനി മുഴുവൻ സുർക്കിയും ഒലിച്ചുപോയാൽ പോലും അണക്കെട്ടിന് ബലക്ഷയം ഒന്നും സംഭവിക്കില്ല. കാരണം സുർക്കിയുടെ ബലത്തിലല്ല ഈ അണക്കെട്ട് നിലനിൽക്കുന്നത്. ഈ അണകെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന കരിങ്കല്ലിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിലാണ്. എന്നാൽ ഇക്കാലത്ത് അണകെട്ടുന്നത് സിമൻറ്റ് ഉപയോഗിച്ചാണ്. സിമൻറ്റ് ഉപയോഗിച്ച് അണകെട്ടുമ്പോൾ കരിങ്കല്ലിൻ്റെ അളവ് വലിയ തോതിൽ കുറയുന്നു, പണിക്കൂലിയും കുറയും. വളരെ ചുരുങ്ങിയ ചെലവിൽ അണക്കെട്ട് നിർമ്മിക്കുവാൻ കഴിയും. എന്നാൽ ഈ കരിങ്കല്ലിന് ഒന്നും സംഭവിക്കാത്തിടത്തോളം കാലം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുകയില്ല. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുകയില്ല എന്ന് ഇദ്ദേഹം പറയാൻ കാരണം, നേരത്തെ ഞാൻ വായിച്ചു വന്നതിലുള്ള ഗ്രാവിറ്റി ഡാമിൽ കല്ലുപയോഗിച്ച് ഒരു പാറ്റേണിൽ, ഇപ്പോൾ പിരമിഡിൻ്റെയൊക്കെ ബേസ് ഉണ്ടാക്കുന്നത് പോലെ വളരെ വൈഡായിട്ടൊരു ബേസും നാരോ ആയിട്ടുള്ളൊരു ടോപ്പും രീതിയിൽ ഇതുണ്ടാക്കി വെച്ചാൽ ചുണ്ണാമ്പിനൊന്നും ഇതിൽ റോളില്ല. ഇദ്ദേഹം ഈ പറഞ്ഞ ആ വാട്സാപ്പ് ഫോർവേഡ് ഫുള്ള് കാണാതെ പഠിച്ചിട്ടാണ് ഇരുന്നുള്ളതെന്നാണ് തോന്നുന്നത്. ഇനി ഒരു ഭൂമി കുലുക്കം ഉണ്ടായാൽ അണക്കെട്ട് തകരില്ലേ എന്ന ചോദ്യമായിരിക്കും വരുന്നത്. അതിൻ്റെ ഉത്തരം ഭൂമി കുലുക്കം ഉണ്ടായാൽ തകരാത്ത ഒന്നും ഈ ഭൂമിയിൽ ഇല്ല എന്നതാണ്. ഇനി അങ്ങനെ ഉണ്ടാകുന്നു എന്ന് തന്നെ കരുതുക. അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്ന് അതിലെ വെള്ളം മുഴുവനും ഇടുക്കി അണക്കെട്ടിൽ വന്ന് അതും തകരുന്നു. അതോടെ 40 ലക്ഷത്തിലേറെ ജനങ്ങൾ മരിക്കും, 5 ജില്ലകൾ ഇല്ലാതാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഏതൊരു അണക്കെട്ടും നിർമ്മിച്ചിരിക്കുന്നത് അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയാലും തകരാത്ത അത്ര ബലവത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് പൊട്ടില്ല. പിന്നെ മാക്സിമം വാട്ടർ ലെവൽ കൊടുത്തിരിക്കുന്നത് ഒരു മുൻകരുതൽ എന്ന നിലക്കാണ്. അതുകൊണ്ട് ഇടുക്കി പോലൊരു അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയാലും ഒരിക്കലും അത് പൊട്ടുകയില്ല. ഇനി അഥവാ ആ അണക്കെട്ടും പൊട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ, അനേകം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പരന്നു കിടന്ന ആ വെള്ളം അണക്കെട്ട് പൊട്ടുന്ന വിടവിലൂടെ ഒഴുകിത്തീരുവാൻ കുറേയേറെ സമയമെടുക്കും. അല്ലാതെ ഈ 2 അണക്കെട്ടിലെയും വെള്ളം മുഴുവനും കൂടി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ താഴേക്ക് ഒഴുകി വരില്ല. ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം നേരെ താഴോട്ട് ഒഴുകുന്നത് പോലെ തന്നെ 2 വശങ്ങളിലേക്കും കൂടി പരന്ന് ഒഴുകുകയും ചെയ്യും. ഇങ്ങനെ പരന്ന് ഒഴുകുന്നത് കൊണ്ട് താഴേക്ക് വരുന്തോറും അതിൻ്റെ ശക്തി കുറഞ്ഞു വരും. ഏറി വന്നാൽ തൊടുപുഴ വരെ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ശരി, ഏറി വന്നാൽ തൊടുപുഴ വരെ നാശനഷ്ടം. തൊടുപുഴയുള്ള മനുഷ്യന്മാരല്ലേ, ആ നാശനഷ്ടമൊന്നും നാശനഷ്ടമല്ലേ. ഇയാൾ ഞാൻ നേരത്തെ വായിച്ച വാട്സപ്പ് ആ സാധനമല്ലേ, ആ ഫോർവേഡ്, അതങ്ങനെ കാണാപ്പാടം പഠിച്ച് മൂപ്പരുടെയും കൂടിയും കുറച്ച് മസാല ലോജിക്ക് ഇട്ടിട്ടാണ് മൂപ്പര് ഈ പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്. അവിടെ വയനാട് ഈ 400 പേരുടെ ജീവനെടുത്ത ആ ഉരുൾപൊട്ടലിൽ ഒലിച്ച് വന്നത് വെള്ളവും ചളിയും കല്ലും പാറക്കഷ്ണങ്ങളും ഒക്കെയാണ്. അത് വന്ന വഴിക്ക് ഇനി ഒരു പുല്ല് പോലും മുളയ്ക്കുമോ എന്നുള്ള ഡൗട്ടാണ്. ആ രീതിയിൽ 2 വശത്തേക്കും ആടി ഒലഞ്ഞിങ്ങനെ ഒന്നാക്കങ്ങനെ കുത്തൊലിച്ച് വരികയാണ് ഈ സാധനം. പിന്നെ ഡാം പൊട്ടുമ്പോൾ മറ്റേ ഒരു തുളേൻ്റെ ഉള്ളിൽ കൂടി, ആ പൊട്ടിയ തുളേൻ്റെ ഉള്ളിൽ കൂടി മാത്രം വെള്ളം ചാടി പോകാനുള്ള ചെയ്യാറ്. പിന്നെ മൂപ്പര് പറഞ്ഞത് ഡാമിനെ കവിഞ്ഞേ വെള്ളം പോകും, ഡാം പൊട്ടാറില്ല. ഇവിടെ എത്ര ഡാം പൊട്ടിയ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ എത്രയോ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എത്രയോ രാജ്യങ്ങളിൽ ഡാം പൊട്ടിയിട്ട് വൻ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലോകത്തിൽ പലയിടത്തും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഈ ഡാം പൊട്ടുന്നതേ. അല്ലാതെ ഡാമിൻ്റെ മുകളിൽ കൂടി വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഡാം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാം പൊട്ടിയാലും കുഴപ്പമില്ല. അത് 2 സൈഡിലേക്കും വെള്ളം ഒലിച്ചിങ്ങനെ ആടി കുറച്ച് സമയമൊക്കെ എടുത്തിട്ടേ വെള്ളം വരൂ. വെള്ളം മാത്രമല്ല, വർഷങ്ങളായിട്ട് അതിൽ അടിഞ്ഞു കിടക്കുന്ന ചളി, വെള്ളം, കല്ല്, മരം, പിന്നെ ഇത് കുത്തിയൊലിച്ച് വരുന്ന വഴിക്ക് കൊണ്ടുവരുന്ന എല്ലാ കെട്ടിടങ്ങളും
കമ്പിയും സിമൻറ്റും വണ്ടിയും എല്ലാം കൂടി കുത്തിയൊലിച്ച് വരും. അത് ഏത് വഴിക്ക് വരുന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഇവർ പറയുന്ന അതിൽ കുറച്ച് സമയമൊക്കെ എടുത്ത് മെല്ലെ ഒരു ചായയൊക്കെ കുടിച്ച് അപ്പുറത്ത് പെട്ടിക്കടയിൽ കയറി വെള്ളം കാല് നീട്ടിയിരുന്ന് 2 ചൂളൊക്കെ വിട്ട് അങ്ങനെയാ വെള്ളം വരിക. അണക്കെട്ട് തകരുമെന്ന പല വ്യാഖ്യാനങ്ങളും കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അത് വേറെ ആരും കണക്കിലെടുക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മളെ അവരൊക്കെ ചിലർ കളിയാക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ നമ്മൾ ഈ വിഷയത്തിൽ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഡാമുകളുടെ കപ്പാസിറ്റി നോക്കാം. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അതിൽ നിന്നുള്ള ജലത്തിന്റെ മാക്സിമം 70% ജലം മാത്രമേ ഇടുക്കി റിസർവോയറിൽ എത്താൻ സാധ്യത കാണുന്നുള്ളൂ. മുല്ലപ്പെരിയാർ റിസർവോയറിന്റെ മൊത്തം കപ്പാസിറ്റി 3,59,332 ഏക്കർ ഫീറ്റാണ്. ഇടുക്കി റിസർവോയറിന്റെ മൊത്തം കപ്പാസിറ്റി 16,18,184 ഏക്കർ ഫീറ്റ്. ഇതിനെ 1233 ഗുണിച്ചാൽ ക്യൂബിക് മീറ്ററിലുള്ള കണക്ക് കിട്ടും. ഈ കണക്കുകൾ പ്രകാരം 4-5 നിറഞ്ഞു നിൽക്കുന്ന മുല്ലപ്പെരിയാറിലെ ജലം താങ്ങാനുള്ള കപ്പാസിറ്റി ഇടുക്കി ജലാശയത്തിന് ഉണ്ട് എന്നതാണ്. മറ്റൊരു വാദമാണ് മുല്ലപ്പെരിയാർ പൊട്ടിവരുന്ന ജലത്തിന്റെ ഫോഴ്സ് പ്രവചിക്കാൻ പറ്റില്ല എന്നും അതിൽ നിന്നും വരുന്ന കല്ലും മണ്ണും സിമന്റും മരങ്ങളും ഒക്കെ കാരണം ഇടുക്കി തകർന്നു പോകും എന്നും. ഡാം പൊട്ടിയാൽ വരുന്ന വെള്ളത്തിന്റെ നല്ലൊരു ശതമാനവും വഴിതിരിച്ചു വിടാൻ കഴിയുന്ന സ്ഥലമാണ് മുല്ലപ്പെരിയാർ ഇടുക്കി പെരിയാർ നദി മേഖലകൾ. മുല്ലപ്പെരിയാറിൽ നിന്നും വരുന്ന ജലം ഇടുക്കി റിസർവോയറിൽ പ്രവേശിക്കുന്ന സ്ഥലം തൊട്ട് ഇടുക്കി ചെറുതോണി അണക്കെട്ട് വരെ 15 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. ഫുൾ ഫോഴ്സിൽ വരുന്ന ജലവും സാധനങ്ങളും അഞ്ചുരുളി കാൽവരി മൗണ്ട് മേഖലകൾ തട്ടി ശക്തി കുറയും. ഇനി എത്ര ഫോഴ്സ് ആയാലും ഡാം പൊട്ടി വരുന്ന ജലത്തിന് പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അതിൻ്റെ ശക്തി ഇല്ലാതെയായി തീരാനുള്ള സാഹചര്യവും അവിടെ തന്നെയുണ്ട്. ആ പ്രദേശത്തിൻ്റെ മാപ്പ് നോക്കിയാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഡാം തകർന്നു വരുന്ന ജലം ഇടുക്കി റിസർവോയറിൽ പ്രവേശിച്ചാലും ഇടുക്കി ഡാം വരെ എത്താൻ മിനിറ്റുകളോ മണിക്കൂറുകളോ എടുത്തേക്കാം. ഇതിൽ പലരും പറയുന്നത് പോലെ കല്ലും മണ്ണും സിമന്റും ഒന്നും ഇടുക്കി ഡാമിലേക്ക് അടുക്കാൻ പോലും സാധ്യതയില്ല. ഇടുക്കി റിസർവോയറിലെ ഏറ്റവും ദുർബലമായ ഡാമാണ് കുളമാവ് ഡാം. എന്നാൽ മുല്ലപ്പെരിയാർ ജലം ഇടുക്കി റിസർവോയറിൽ പ്രവേശിച്ചാലും കുളമാവിൽ അതിൻ്റെ ഇഫക്റ്റ് വളരെ പതുക്കെ എത്തുകയുള്ളൂ. 40 കിലോമീറ്ററിന് അടുത്ത് സഞ്ചരിച്ചാലേ അവിടെ എത്താനാവും. അവിടെ എത്തുമ്പോഴേക്കും വെള്ളത്തിൻ്റെ ശക്തി ഒന്നുമല്ലാതെയായി തീരാൻ തന്നെയാണ് സാധ്യത. മാക്സിമം സംഭവിക്കാൻ പോകുന്നത് 2018 സംഭവിച്ചതുപോലത്തെ ഒരു പ്രളയം ആയിരിക്കും. അതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. തമിഴന്മാരെയും കോടതികളെയും ചീത്ത വിളിക്കുകയും വേണ്ട. സുപ്രീം കോടതിക്ക് കേരളത്തിലെ ജനങ്ങളും തമിഴ്നാട്ടിലെ ജനങ്ങളും ഒരുപോലെ തന്നെയാണ്. ജനങ്ങളുടെ ജീവന് ആപത്താണെന്ന് ഉറപ്പായാൽ മുല്ലപ്പെരിയാർ എന്നല്ല ബക്രാനങ്കൽ അണക്കെട്ട് വരെ പൊളിച്ചു കളയാൻ കോടതിയുടെ ഉത്തരവ് വന്നെന്നിരിക്കും. അത് ശരി, മാക്സിമം സംഭവിച്ച 2018 പോലെ ഒരു പ്രളയം സംഭവിക്കുന്നു. പോരെ, അത് പോരെ. പിന്നെ മൂപ്പര് പറയുന്ന ഈ കണക്കൊക്കെ മറ്റേ വെള്ളം വരുന്നത് മറ്റേ വണ്ടിയിലെ ഗിയറൊക്കെ നോക്കിയിട്ടാണല്ലോ. ഞാൻ ഫസ്റ്റ് ഗിയറിൽ പോവാം, സെക്കൻഡ് ഗിയറിൽ പോവാം, ഇത്ര സ്പീഡിൽ പോകാന്ന് പറഞ്ഞിട്ടാണ് വെള്ളം വരുന്നത്. വെള്ളം അങ്ങനെയാണ് പോവാറ്. ക്രൂസ് കൺട്രോളൊക്കെ ഇട്ടിട്ടാണ് വെള്ളം പോവാറ്. ലൈൻ അസിസ്റ്റൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞും പിടിച്ചിട്ടൊക്കെ. പിന്നെ മൂപ്പര് പറയുന്നത് ഇടുക്കി ഡാമിൽ വരുമ്പോഴത്തേക്ക് മുല്ലപ്പെരിയാർ പൊട്ടി ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കിയൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഫുൾ മഴ, നിന്ന് പെയ്യണ മഴ. ഓൾറെഡി ഇടുക്കി ഡാമിന് അതിൻ്റെ ഒരു പീക്ക് കപ്പാസിറ്റീൻ്റെ ഒരു ഓൾമോസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് മുല്ലപ്പെരിയാർ പൊട്ടി ഒലിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു റീബൗണ്ട് എന്ന് പറഞ്ഞ സാധനമില്ല. ഇത് ഒന്നാകെ വന്നിട്ട് ഇതിങ്ങനെ മറ്റേ സ്ലോ മോഷനിൽ വന്നിട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ ഇടുക്കി ഡാമിൽ പോയിട്ട് വെള്ളം കയറുക. നന്നാകെ ഇടിച്ച് കയറിയിരിക്കുക എല്ലാം കൂടി. അപ്പം എങ്ങനെ പോയാലും ഇടുക്കിക്ക് അത് താങ്ങാൻ കപ്പാസിറ്റി ഉണ്ടെന്നുള്ള വിശ്വസിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. മനസ്സിലായോ? കല്ലും മണ്ണും ചളിയായിട്ട് ഇതിൻ്റെ ഒരു വരുന്ന സ്പീഡും എല്ലാം കൂടിയും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇടുക്കിയും പൊട്ടിയാൽ എന്ത് ചെയ്യും? ഇത് എന്ത് പറയാനാണ് ഇതിനൊക്കെ? ഇതേപോലുള്ള സ്റ്റഡീസ് ആയിരിക്കുമല്ലോ ഇത് സുപ്രീം കോടതിയിലും അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും എല്ലാ മറ്റേ മേലാളന്മാരും കൂടി. അല്ലാതെ ഇതിപ്പോൾ പറഞ്ഞ പോലെ കുറേ പേര് മരിക്കുന്നുള്ളൊരു സിനാരിയോ കോടതി എന്താണെന്നുണ്ടെങ്കിലും കൺസിഡർ ചെയ്യാതിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കും ഉണ്ട്. ഏത്? പക്ഷെ പണത്തിന് മുകളിലും പവറിന് മുകളിലും പരുന്ത് പോയിട്ടൊരു ഡ്രോണ് പോലും പറക്കില്ല. അതാണ് വേറൊരു കാര്യം. പിന്നെ ഇവരീ പറയുന്ന കണക്കും ഇവരീ പറയുന്ന രീതിയിലും വഴി തിരിച്ചു വിടാൻ നോക്കാം. വെള്ളത്തിന് 15 കിലോമീറ്റർ 40 കിലോമീറ്റർ ടൈമുണ്ട് നമുക്ക് തട്ടി മാറ്റി വഴി. ആര് വഴി തിരിച്ചു വരും? ഫ്രണ്ടിൽ ചൂട്ടും കത്തിച്ചു ഓടുമോ ഈ വീഡിയോ പറഞ്ഞവർ? വെള്ളം വരുമ്പോൾ വാ മോനെ വാ വെള്ളം വാ, ഞാൻ ചൂട്ടും കത്തിച്ച് പോവാന്ന് പറഞ്ഞിട്ട്
ഇത് റിപ്പോർട്ടറോ മനോരമയോ ഏഷ്യാനെറ്റോ വരയ്ക്കണ മറ്റേ മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പിലൊന്നും നിൽക്കൂല വെള്ളം. വയനാട് കണ്ടത് ചെറുത്, മനസ്സിലായോ? അത് തന്നെ കേരളത്തിന് താങ്ങാൻ പറ്റുന്നില്ല. കൂട്ടത്തിൽ ഇത് എങ്ങനെയെങ്കിലും ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം എങ്ങനെയെങ്കിലും ഇതൊന്ന് പൊളിച്ച് മാറ്റട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നാട്ടുകാർ എന്ത് ചെയ്യുന്നത്, ഒച്ചയും വിളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഇതാ അടക്കുന്നു. പൊട്ടാനേ പോണില്ല, ഒട്ടൊന്നുമില്ല. എങ്ങനെ പൊട്ടാൻ? ഫുൾ സ്ട്രോങ് ആണ്. ഇനിയും കുറേ സൈഡ് ഉണ്ട് കേട്ടോ. ഞാൻ ആ സൈഡൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ വാട്സപ്പ് ഫോർവേഡ് വായിച്ചതും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഈ സാധനവും ഞാനിവിടെ കൊടുന്ന് വെച്ചത്. പൊട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം, പൊട്ടെന്ന് വിശ്വസിക്കുന്നവരെന്ത് ചെയ്യുക? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മളെ കയ്യിൽ നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇതിനായിട്ട് നമ്മൾ ജയ് വിളിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ 2 ദിവസം അങ്ങനെ വിളിക്കും, 3-ാമത്തെ ദിവസം അങ്ങനെ കയ്യിൽ ബലം കൂട്ടിട്ട് എവിടെയെങ്കിലും കിടക്കും. ഏത് അല്ലെങ്കിൽ പിന്നെ ജല്ലിക്കെട്ടിനെതിരെ തമിഴന്മാരിറങ്ങിയ പോലെ നമ്മൾ ഇറങ്ങേണ്ടി വരും. കണ്ടറിയാം.